ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1549 ദിവസമായ ഇന്ന് 2025 ആഗസ്റ്റ് മാസം 11 തിങ്കളാഴ്ച, 1200 ആണ്ട് കർക്കിടക മാസം 26 ഗുരുവചനങ്ങളിലൂടെ രാജ്യഭരണവും മതകാര്യങ്ങളും എല്ലാം ഗൃഹസ്ഥാശ്രമിയെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 31 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ കാരുണ്യപൂർണമായ ചെയ്തികളിലും അവിടുത്തെ മൗനത്തിലും ആ വ്യക്തിസത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ജ്ഞാനവചസ്സിലും ഒക്കെയുള്ളത് ഒരൊറ്റ പൊരുൾ മാത്രമാണ്. പരമപുരുഷാർത്ഥമെന്ന് വിളിക്കാവുന്ന ഉദാത്തമായ മൂല്യത്തെ തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. എല്ലാ ആധ്യാത്മനിഷ്ഠയും എല്ലാ സദാചാരപരതയും വ്യക്തിയുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കേണ്ടതായ ഈ മാനുഷിക മൂല്യങ്ങളെ മാനിക്കുന്നതിൻ്റെ രൂപഭേദങ്ങൾ തന്നെയാണ് രണ്ടു മുഖങ്ങളുള്ള ജാനസിനെ പോലെ, അഥവാ നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെ വിരുദ്ധ ഭാവങ്ങൾ ഒരു വ്യക്തിയിൽ ഇണങ്ങി നിൽക്കുന്നു. അത് സംജാതമാക്കുന്ന മദീയ മൃദുലിയിൽ ആധ്യാത്മികവും സദാചാരപരവുമായ മൂല്യങ്ങൾ ആദരണീയമായി തീരുന്നു. ബിംബവും പ്രതിബിംബവും ദർപ്പണത്തിൻ്റെ ഉപരിതലത്തിൽ സന്ധിക്കുന്നത് പോലെ തന്നെയാണ് ഗുരുവിൻ്റെ വ്യക്തിത്വമാകുന്ന സൂര്യകാന്തക്കല്ലിൽ ഭിന്നതയുള്ള എല്ലാ മുഖപ്പുകളും വന്ന് സന്ധിക്കുന്നത്. എല്ലാറ്റിനും കരുവായിരിക്കുന്ന ഈ ചൈതന്യത്തെ ധ്യാനിക്കുന്ന ആൾ സ്വച്ഛമായ ആ കരു തന്നെയായിരിക്കുന്നു. ഈ കേന്ദ്ര തത്വമാണ് ജ്ഞാനവചസ്സിൻ്റെ ആന്തരികമായ പൊരുൾ. അത് മനുഷ്യൻ്റെ ഹൃദയകമലത്തിൽ അമൂല്യമായൊരു രത്നം പോലെ മൗനത്തെ സ്വന്തം പശ്ചാത്തലമാക്കിക്കൊണ്ട് അമരുന്നു. ഉള്ളിലിരിക്കുന്ന ഈ നിധി കണ്ടെത്തുന്നത് തന്നെയാണ് പരമാനന്ദം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹി.